ഹായ് ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ജിപ്സ മിസ്സും ശ്രീലക്ഷ്മി മിസ്സും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പം SSLCയെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിയണം. നമുക്കറിയാം 4.5 ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ വർഷം SSLC എക്സാം എഴുതിയത്. എന്നാൽ എത്ര പേർക്ക് ഫുൾ A+ കിട്ടി? വെറും 79,000 പേർക്ക് മാത്രമാണ് ഫുൾ A+ കിട്ടിയത്. എല്ലാവരും എളുപ്പമെന്ന് വിചാരിക്കുന്ന ലാംഗ്വേജസിൽ പോലും പലർക്കും A+ഓ Aയോ ലഭിച്ചില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് മിസ്സേ? അത് ആദ്യമേ കുട്ടികൾക്കുള്ള ഒരു ധാരണയാണ്. എന്താണെന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്സിലെ അവർ ഇംഗ്ലീഷും മലയാളം അതൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, അവർക്ക് മാർക്കും സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ തന്നെ ഒരു സ്വയം ഡിസിഷൻ എടുക്കുക, ഇത് ലാസ്റ്റ് ടൈമിൽ ഒന്ന് വായിച്ചു പോയാലും മതി എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ. പക്ഷേ ഒരു പബ്ലിക് എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റിവിഷൻ ചെയ്ത് നോക്കണം, അറ്റൻഡ് ചെയ്ത് നോക്കണം. ആ വേണ്ടത്ര റിവിഷനും ആ ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്ത് നടത്താത്തത് കൊണ്ടാണ് പല കുട്ടികൾക്കും അത് പോയതെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓണം എക്സാമിന് അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിനൊക്കെ ഒരു 40 മാർക്കിൽ ഒരു 32-35 മാർക്കൊക്കെ വാങ്ങിയ കുട്ടികൾ അവർ ഭയങ്കര ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും. ലാംഗ്വേജ് ഞാൻ ഈസി ആയിട്ട് ഞാൻ എഴുതി മേടിക്കും, അതിന് ഇനി എനിക്ക് അധിക സമയം വേണ്ട. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരുപാട് സമയം സയൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ മാത്സിന് വേണ്ടി ഫോക്കസ് ചെയ്യും. എന്നാൽ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഈ സയൻസും മാത്സിലും ഒക്കെ അവർ സ്കോർ ചെയ്തിട്ടുണ്ടാകും, ലാംഗ്വേജിൽ അവർക്ക് മാർക്ക് നഷ്ടപ്പെടാണ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താന്ന് വെച്ചാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ലാംഗ്വേജ്. പക്ഷേ അത്ര ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റിൽ ഈസി ആയിട്ട് A+ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴുള്ള ആ ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങണം. ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇംഗ്ലീഷിനൊക്കെ +1 എത്തുമ്പോൾ ഇംഗ്ലീഷാണ് കുട്ടികൾക്ക് കുറെ കൂടി പ്രയാസം അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിന്റെ കേസ് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ SSLC എക്സാമിന് വരാറുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 ടൈപ്പ് ഓഫ് ലാംഗ്വേജിലാണ് ഇംഗ്ലീഷിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഒന്ന് ഫോർമൽ ലാംഗ്വേജിലും ഒന്ന് ഇൻഫോർമൽ ലാംഗ്വേജിലും. പലപ്പോഴും നമ്മൾ ഈ ഫോർമാറ്റ് മാത്രം പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഈ ഫോർമൽ ലാംഗ്വേജ് എവിടെ യൂസ് ചെയ്യണം, ഇൻഫോർമൽ ലാംഗ്വേജ് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ ടെക്സ്റ്റ് പലപ്പോഴും ആ ലാസ്റ്റ് മിനിറ്റിൽ വായിക്കുമ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കോട്ട് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാണ്ട് പോവുകയാണ് ചെയ്യാറ്. ഇപ്പം നിങ്ങളൊരു കവിതയുടെ അപ്രിസിയേഷൻ എഴുതാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോസിൻ്റെ ഒരു നരേറ്റീവ് എഴുതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് കോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെയധികം മാർക്സ് നിങ്ങളെ സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മുടെ ഈ ലാസ്റ്റ് മിനിറ്റ് ഉള്ള റീഡിങ് കാരണം നമുക്ക് പലപ്പോഴും ഇത് പ്രോപ്പറായിട്ട് കോട്ട് ചെയ്യാൻ പറ്റാറില്ല. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഒരു നറേറ്റീവ് എഴുതാണ് അല്ലെങ്കിൽ നമ്മളൊരു റൈറ്റപ്പ് എഴുതാണ്, ഇത് രണ്ടും 2 പെർസ്പെക്റ്റീവിലാണ് പോകുന്നത്. ഇപ്പോൾ നറേറ്റീവ് ഒക്കെ ആകുമ്പോൾ നറേറ്റീവ്, അതേപോലെ ഡയറി എൻട്രി പോലത്തെ ഇൻഫോർമൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളിൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ അകത്തിരുന്നിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം എഴുതുന്നത്, ആ ഒരു ആൻസർ എഴുതുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവ് ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്നതാണ്. പക്ഷെ അതേസമയം നമ്മൾ ഒരു റൈറ്റപ്പ് എഴുതുമ്പോൾ നമ്മൾ ആ ടെക്സ്റ്റിനെ പുറത്ത് നിന്നാണ് നോക്കുന്നത്. ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴും നമ്മളൊരു റീഡറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റോറിയിൽ നമുക്ക് അത്രയും ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് കിട്ടണമെങ്കിൽ നമ്മൾ തുടക്കം മുതലേ എന്ത് ചെയ്യണം? അതിന്റെ റിവിഷൻ ചെയ്യണം. ഇതേപോലെയാണെന്ന് തോന്നുന്നു ഹിന്ദിയിലും നമുക്ക് ആ ഒരു 2 പെർസ്പെക്റ്റീവ്സ് വരുന്നത്. എല്ലാവരും വിചാരിക്കും അവസാന ഭാഗം നോക്കാന്ന് വിചാരിക്കുമ്പോൾ ആ കറക്റ്റ് ആയിട്ട് നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹൃദയ ഭാഗമുണ്ട്, അതിനെ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതിയാകും. പക്ഷെ അത് നിങ്ങൾ ഏതാണെന്ന് അറിയാതെ പോവുകയാണ്. ഈ അവസാന നിമിഷം ചാപ്റ്റർ മൊത്തം വായിക്കുന്നു, ചാപ്റ്ററിനെ മൊത്തം ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ വേണ്ടാത്തിടത്തേക്ക് നിങ്ങൾ അധിക സമയം കൊടുക്കുകയും എന്നാൽ വേണ്ട പോലെ പരിഗണിക്കേണ്ടതിന് അധിക സമയം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ ലാസ്റ്റ് ടൈമിലുള്ള ഈ പഠനം നിങ്ങളെ കൊണ്ടുപോയി എന്താക്കുന്നത്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പലപ്പോഴും. പക്ഷെ നമ്മൾ അതാണ് ഓരോ ക്ലാസ്സുകളിലും എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്നത്, ഈ ഭാഗം മക്കളെ നന്നായി പഠിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഇല്ലേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ പല ആൻസറുകളും നമ്മൾ പഠിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരിക്കരുത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പല ടൈപ്പ് ചോദ്യങ്ങളും അതുമായി കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോഴൊക്കെ നമുക്കതിനെ മാറ്റി മാറ്റി എഴുതാൻ വരണം. പക്ഷേ നമ്മൾ എഴുതുന്ന ആശയം ഒന്ന് തന്നെയാണ് എന്ന കാര്യമാണ് നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം മലയാളത്തിലേക്ക് വന്നാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? പലർക്കും എനിക്ക് തോന്നുന്നു ബേസ് അറിയാത്തൊരു പ്രശ്നം.
മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പാഠം എന്നുള്ളത് മാത്രമല്ല നമുക്ക് മാർക്കിന് ഒരു അടിസ്ഥാന മാനദണ്ഡം എന്ന് പറയുന്നത്. മറിച്ച് എന്താണ്, നമുക്ക് പൊതുസമൂഹത്തിൽ അതിന് എന്താണ് പ്രാധാന്യം എന്നുകൂടെ നമ്മൾ കൃത്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തുന്ന സമയത്താണ് നമുക്ക് മാർക്ക് വീഴുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും നമുക്ക് ഭാഷയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ്. കാരണം ടീച്ചേഴ്സ് നോക്കുന്നത് ഇൻട്രൊഡക്ഷനും ആ കണ്ടന്റിന് വാല്യൂ ഉണ്ടാകും, പക്ഷേ അതിലുപരി നിങ്ങൾ അതെങ്ങനെ എഴുതി ഫലിപ്പിച്ചു എന്നുള്ളതിനാണ് മാർക്ക് വീഴുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിന് എന്താണോ ആ ഒരു പാഠം കൊണ്ട് പ്രാധാന്യം, അല്ലെങ്കിൽ എന്താണ് അവർ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആശയമായിരിക്കണം നിങ്ങൾ. എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷയിലും ഇപ്പം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ എന്താണ്, നിങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ്. ഓരോ ഭാഷയ്ക്കും ആദ്യം നമ്മൾ നേടേണ്ട കഴിവ് ആ ഭാഷ സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഭാഷയുടെ ഉപകാരം അത് ലൈഫ് ലോങ് ആണ്. അത് ഏത് പ്രായത്തിൽ എവിടെ വെച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷെ പഠിക്കുന്ന സമയത്ത് A+ഓ അല്ലെങ്കിൽ ഫുൾ മാർക്കോ സ്കോർ ചെയ്യാൻ പറ്റാത്തതല്ല നമുക്ക് ആവശ്യം എന്താ, നിങ്ങളൊരു ജോബായിട്ട് ഒരു അതർ സ്റ്റേറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് സഹായിക്കാൻ നിങ്ങളെ മാതൃഭാഷയോടൊപ്പം എന്തുണ്ടായിരിക്കണം, ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇന്നും അതിനു വേണ്ടിയിട്ട് ജോബിൽ ഇരിക്കെ ഈ ഭാഷയ്ക്ക് വേണ്ടി പുറകെ പോകുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. ബിസിനസ് രംഗത്തേക്ക് മികച്ച പോലെ അവരുടെ ബിസിനസ്സിനെ കുറച്ചുകൂടി എനിക്ക് ഈ ഹിന്ദി ഭാഷ ഉണ്ടായിരുന്നെങ്കിൽ, ഇംഗ്ലീഷ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ്സിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ നല്ലൊരു ബെസ്റ്റ് ടൈമിലാണ് അല്ലേ? നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള പഠനമാണ് ഇവിടെ വേണ്ടത് എന്നാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. ഈ മാർക്കിനോടൊക്കെ ഒപ്പം തന്നെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ ഇത് എന്നും നിങ്ങളോടൊപ്പം ഭാവിയിലേക്ക് നിലനിൽക്കേണ്ടതുമാണ്, എന്നും വേണം എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഭാഷയെ നിങ്ങൾ സ്വന്തമാക്കണം എന്നൊരു മെസ്സേജ് കൂടി പഠിച്ചാൽ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട എന്ന് പറയുന്ന പോലെ. പിന്നെ ഈ പ്രാക്ടീസിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഗ്രാമറിന്റെ സമയത്തും ഈ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തുടക്കം മുതലേ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ എക്സാം ടൈമിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇതെന്താ, ഇത് എനിക്ക് അറിയില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം വരില്ല. ഗ്രാമറിലെ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈസി ആയിട്ട് എളുപ്പ വഴിയിൽ ഗ്രാമർ പഠിക്കുക എന്നുള്ളത് വെറും ഒരു മിത്താണ്. എളുപ്പ വഴിയിൽ പഠിക്കുന്നത് നമുക്കില്ലേ, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന 1 മാർക്കിന്റെ ചോദ്യം അല്ലെ 2 മാർക്കിന്റെ ഒരു ചോദ്യം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന് നമുക്ക് താൽക്കാലികമായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എഴുതാനുള്ള എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നിടത്തൊക്കെ നമുക്ക് ഗ്രാമർ ആവശ്യമാണ്. നമ്മൾ സംസാരിക്കുന്നിടത്ത് നമുക്ക് ഗ്രാമർ വേണം. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ തന്നെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ചാപ്റ്റർ, ഞാൻ ഹിന്ദിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റണം ഇത് ഏതാണ് ടെൻസ്, അല്ലെങ്കിൽ ഇത് ബഹുവചനാണോ ഏകവചനാണോ എന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു സെന്റൻസ് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ അവിടെ എന്താണ് അറിയാത്തത് എന്നൊക്കെ ടീച്ചറോട് അപ്പം തന്നെ ചോദിച്ച് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം. അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഭാഷയിൽ ശ്രദ്ധിക്കേണ്ടത്. ഇക്കാര്യമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കൃത്യമായിട്ടൊരു ഘടനയോട് കൂടി നിങ്ങൾ ഭാഷയെ സമീപിക്കുകയാണെങ്കിൽ നല്ല മാർക്കും സ്കോർ ചെയ്യാം. അതിലുപരി നിങ്ങൾ ഈ ഭാഷ കൂടെ ഉണ്ടാകും. അപ്പം നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും കാണാം.